നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ PV സന്ദേശ് അന്തരിച്ചു. 46 വയസ്സായിരുന്നു. നെടുപുഴ സ്വദേശിയാണ്. പൊന്നേമ്പാറ വീട്ടിൽ പരേതനായ വേണുഗോപാലിന്റെയും സോമവതിയുടെയും മകനാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കും. CPI തൃക്കൂർ പഞ്ചായത്ത് തല ശില്പശാല CPI ജില്ലാ കൌൺസിൽ അംഗം T പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഡെനീസ് പുളിക്കൻ അധ്യക്ഷനായിരുന്നു. CPI പുതുക്കാട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PM നിക്സൺ മുഖ്യപ്രഭാഷണം നടത്തി. VK സുലൈമാൻ, ലോക്കൽ സെക്രട്ടറി MP സന്ദീപ്, ലിൻഡോ തോമസ് എന്നിവർ പ്രസംഗിച്ചു. വയോധികൻ ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു. പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷനാണ് മരിച്ചത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മഡ്ഗാവ് എറണാകുളം എക്സ്പ്രസിന് മുന്നിലേക്കാണ് ചാടിയത്. രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെട്രോൾ പമ്പിലെ ജീവനക്കാരനെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. എറിയാട് പേബസാർ സ്വദേശി കുന്നത്ത് ചെത്തിപ്പാടത്ത് വീട്ടിൽ 39 വയസ്സുള്ള ഷക്കീറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂലൈ 21-നായിരുന്നു സംഭവം. എറിയാട് ആറാട്ടുവഴിയിലുള്ള പെട്രോൾ പമ്പിൽ വെച്ച് പ്രതിയും കൂട്ടുകാരനും പെട്രോൾ അടിക്കാൻ വന്ന സ്കൂട്ടറിൽ ആദ്യം പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ അത് ഗൗനിക്കാതെ ക്യൂവിലുണ്ടായിരുന്ന ആദ്യ വാഹനത്തിന് പെട്രോൾ കൊടുത്തതിലുള്ള വൈരാഗ്യത്തിലായിരുന്നു ആക്രമണമെന്നാണ് പോലീസ് പറയുന്നത്. പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ എറിയാട് മാടവന സ്വദേശി പടിയത്ത് തട്ടാമ്പറമ്പിൽ വീട്ടിൽ താജുദ്ദീന്റെ പരാതിയിലാണ് അറസ്റ്റ്. ഷക്കീർ അടിപിടി, മണൽക്കടത്ത്, പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിക്കൽ, മദ്യലഹരിയിൽ മറ്റുള്ളവരുടെ ജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിക്കുക എന്നിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുൺ, SI K സാലിം, CPOമാരായ ജിജിൻ ജെയിംസ്, ഷിനോജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊലപാതക ശ്രമക്കേസിലെ പ്രതികളെ ഗുണ്ടൽപേട്ടിലെ ഒളിസങ്കേതത്തിൽ നിന്നും പൊക്കി പോലീസ്. കാട്ടൂരിൽ 2 യുവാക്കളെ മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കാട്ടൂർ സ്വദേശികളായ എടക്കാട്ടുപറമ്പിൽ 38 വയസ്സുള്ള ടിൻഡു എന്ന പ്രജിൽ, കാച്ചാമ്പള്ളി വീട്ടിൽ 27 വയസ്സുള്ള സികേഷ്, എടക്കാട്ടുപറമ്പിൽ 26 വയസ്സുള്ള അശ്വന്ത്, എടത്തിരുത്തി സ്വദേശി ബിയ്യാടത്ത് വീട്ടിൽ 30 വയസ്സുള്ള അരുൺകുമാർ, എടക്കാട്ടുപറമ്പിൽ 22 വയസ്സുള്ള ദിനക് എന്നിവരെയാണ് തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട DYSP KG സുരേഷും കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജുവും സംഘവും ഗുണ്ടൽപേട്ട് ശിവപുരയിലെ ഫാമിനുള്ളിൽ നിന്ന് പിടികൂടിയത്. 5 ദിവസമായി ഇവിടെ ഒളിവിൽ കഴിയുന്നതിനിടെ പോലീസ് സംഘം സാഹസികമായി ഇവിടെ എത്തി പിടികൂടുകയായിരുന്നു. കഴിഞ്ഞ 13-ാം തീയതി കാട്ടൂർ പെഞ്ഞനം SNDP പള്ളിവേട്ട നഗറിൽ രാത്രി 11:30-യോടെയാണ് കേസിനാസ്പദമായ സംഭവം. തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ പൊഞ്ഞനം സ്വദേശി വാഴപ്പൊരിക്കൽ സനൂപ്, കാട്ടൂർ വലക്കഴ സ്വദേശി പറയംവളപ്പിൽ യാസിൻ എന്നിവരെ പ്രതികൾ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു എന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ സനൂപിനും യാസിനും സാരമായി പരിക്കേറ്റിരുന്നു. സിഖേഷ് കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസിലെ പ്രതിയാണ്. പ്രജിലിനും അരുൺകുമാറിനും അശ്വന്തിനും ഓരോ കേസുകൾ ഉണ്ട്. ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, കാട്ടൂർ ഇൻസ്പെക്ടർ ER ബൈജു, സീനിയർ CPOമാരായ CG ധനേഷ്, ES ജീവൻ, CPO KS ഉമേഷ്, മുസ്തഫ ഷൌക്കർ, അജീഷ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9110 രൂപയും പവന് 72,880 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.